ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ തിരുനാളാണ് ഈ വരുന്ന സെപ്റ്റംബർ 28 ആ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും നേരത്തെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് സ്നേഹമുള്ളവരെ, ഇന്ന് നിൽക്കുന്നത് തുമ്പരശ്ശേരി എന്ന് പറയുന്ന ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ള ഒരു ദേവാലയത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യമുള്ള ഇവിടുത്തെ അച്ഛൻ പറയായിരുന്നു, പരിശുദ്ധ അമ്മയെ അവിടെ നിന്ന് റോമിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവാലയമാണ് കേരളത്തിലുള്ള വലിയ കൃപയുള്ള ദേവാലയം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു മെസ്സേജ് തന്നിട്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത്. അപ്പൊ ഈ പള്ളിയിൽ വരുന്ന സമയത്തും കഴിഞ്ഞ ഒരാഴ്ചയുമായിട്ട് ഈ തിരുനാളിനെ കുറിച്ചുള്ള ഒരു ധാരണ എനിക്കില്ല. എന്ന് പറഞ്ഞാൽ അമ്മയുടെ തിരുനാൾ എന്നാന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഓഗസ്റ്റ് 15, സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ തിരുനാളായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് കുരുക്കഴിക്കുന്ന മാതാവിന്റെ പുതിയ നൊവേന തുടങ്ങാനായിട്ട് അച്ഛനോട് പറയും. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു, വേഗം എടുത്തിട്ട് വായിക്കുകയെന്ന് പറഞ്ഞിട്ട് മാർക്കോസിന്റെ സുവിശേഷം 10:27, അസാധ്യമായ കാര്യങ്ങള് സാധ്യമാക്കുന്നവനാണ് എൻ്റെ മകൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ അസാധ്യമായ കാര്യങ്ങള് സാധ്യമാക്കി അവൻ നിന്റെ ജീവിതത്തിൽ നൽകുമെന്ന് പറഞ്ഞ് ആ മെസ്സേജ് കിട്ടിയിട്ടാണ് സ്നേഹമുള്ളവരെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ പുതിയ ഒരു നൊവേന നമ്മൾ ആരംഭിച്ചത്. അപ്പൊ അത് എഴുതി കഴിഞ്ഞ ദിവസം പുത്തൻപള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു, മോനെ, ഈ നൊവേന ചൊല്ലിയിട്ട് കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ച് നീ എന്ത് കാര്യം ചോദിച്ചാലും ഈശോ അത് സാധിപ്പിച്ചു തരും. പ്രത്യേകിച്ച് എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിച്ചോ, മറ്റേത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ പരിശുദ്ധ അമ്മ നിന്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് സ്നേഹമുള്ളവര് പരിശുദ്ധ അമ്മ പുത്തൻപള്ളിയിൽ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് സെപ്റ്റംബർ 8 അർപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാം. എന്നിട്ട് മാതാവ് അന്നൊരു പാട്ടൊക്കെ തന്നു. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും അസാധ്യമായതെന്തും. ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് മാതാവ് പറഞ്ഞു, മോനെ, നിന്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങള് പരിശുദ്ധ മറിയം വഴി ഈശോ സാധിപ്പിച്ചു തരും. അങ്ങനെ പറഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് കുറെ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛനും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ നിയോഗങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. അങ്ങനെ പറഞ്ഞു പോയി. ഞാൻ അന്ന് രാത്രി കുറെ അധികം നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ ഞാനിങ്ങനെ മാതാവിന്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇതൊരു സാക്ഷ്യമാവണം. അമ്മ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഈ ദിവസങ്ങളിൽ ഇടപെട്ട ഒരു കാര്യം എനിക്ക് കാണിച്ചു തരണം. അപ്പൊ മാതാവ് എന്നോട് പറഞ്ഞു, മോനെ, നീ ഈ ദിവസങ്ങളിൽ തുമ്പരശ്ശേരിയിലുള്ള കുരുക്കഴിക്കുന്ന മാതാവിന്റെ ദേവാലയത്തില് പോകുന്ന സമയത്ത് അവിടെ വെച്ച് നിന്റെ ജീവിതത്തില് അത്ഭുതം കാണിച്ചു തരും. നീ ചിന്തിക്കാത്ത 2 വലിയ അത്ഭുതങ്ങള് അത് നീ കാണിച്ചു തരും. അതിനുശേഷം വീഡിയോ എടുത്താൽ മതി. എൻ്റെ മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ 4 മണിക്ക് ഇവിടെ വന്നതാണ്. 6:10 4 മണിക്ക് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഓൾറെഡി മാതാവിന്റെ അടുത്ത് വന്ന അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 4 മണി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു, 6 മണി ആയപ്പോഴാണ് എനിക്ക് കോഡ് വരുന്നത്. സാധാരണ ഞാൻ ഫോൺ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്, കാരണം വീഡിയോ എടുക്കുന്നത് ഈ ഫോണിലാണ്. അപ്പൊ ഞാനിത് നെറ്റ് ഓഫ് ചെയ്ത് ഫ്ലൈറ്റ് മോഡിൽ ഇരിക്കുകയാണ്. പക്ഷെ മാതാവിന്റെ അടുത്ത് പറഞ്ഞു, 6 മണി ആയപ്പോൾ എന്നോട് പറഞ്ഞു, സ്റ്റാർസ് അത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ് സ്നേഹമുള്ളവർ ഞാൻ ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ജെറോം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ഈ പേര് പറയുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കുക, അച്ഛനെ വിളിച്ച സമയം എപ്പോഴാണ് നോക്കിയുള്ളത്. ഇത് കൃത്യമായിട്ട് പറയാൻ കാരണം 6 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറയുമ്പോൾ 2-3 ദിവസം മുമ്പ്, എന്ന് പറഞ്ഞാൽ 8 മാതാവിന്റെ തിരുനാൾ കഴിഞ്ഞ് ഞാൻ ഈ പ്രാർത്ഥന എഴുതുന്ന സമയത്ത് അതിലിങ്ങനെ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്. വചനം എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്ത ഒരു തിരുവചന ഭാഗം ഇപ്രകാരമാണ്. ലൂക്കയുടെ സുവിശേഷം 8-ാം അധ്യായം അതില് 29-ാം തിരുവചനം ഇങ്ങനെയാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ചങ്ങലകളാലും കാൽവിലങ്ങുകളാലും ബന്ധിച്ചവനെ അവിടെ സൂക്ഷിച്ചിരുന്നു. ചങ്ങലകളാലും കാൽവിലങ്ങുകളാലും ബന്ധിച്ച മനുഷ്യൻ. അങ്ങനെയാണ് വചനം എന്നോട് എടുക്കാൻ പറഞ്ഞത്. അതെടുത്തു. അപ്പൊ അതെനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഇത് ബന്ധിച്ചിരിക്കണു എന്ന് പറഞ്ഞ് ഞാൻ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെറോം എന്ന് പറയുന്ന ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, അച്ഛാ, നമ്മുടെ ഇടവകയിലുള്ള ഒരു സഹോദരനെ അണലി കടിച്ചു. 6 അടി നീളമുള്ള അണലി ഈ പുത്തൻചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ്, എന്ന് പറഞ്ഞാൽ 8-ാം തീയതി നമ്മൾ മാതാവിന്റെ തിരുനാൾ കഴിഞ്ഞതിന്റെ പിറ്റത്തെ ദിവസം എന്ന് പറയുന്ന രീതിയിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്ന കാര്യം എങ്ങനെയാണ്. ഇത് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച്, ഈ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്ന സമയത്താണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ചാൻസ് ഇല്ല അച്ഛാ, കാരണം പുത്തൻചിറയിൽ നിന്ന് തൃശ്ശൂർ എത്തിക്കുന്ന സമയം വരെ അത് അത്രയും ബ്ലഡിലേക്ക് ഇത് കടന്നിട്ടുണ്ട്, സാധ്യതയില്ല. അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് സീരിയസ് ആണ് എന്ന് പറഞ്ഞു. അച്ഛൻ നന്നായി പ്രാർത്ഥിക്കണം.
അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ മീവിൽ കാണുന്നവരാണെങ്കിൽ, നിങ്ങൾ മീവലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ, നമ്മളൊരു വാട്സപ്പ് നിയോഗം ആയിട്ടിട്ടുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛന് പരിചയമുള്ള ഒരു മോനെ വിഷബാധ ഏറ്റിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്, സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് വോയിസ് ഇട്ടത് നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞ് അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ബന്ധനങ്ങൾ അഴിക്കുന്ന അമ്മയാണ്. അമ്മയുടെ കാൽച്ചുവട്ടിലുള്ള ഈ കാണുന്ന സർപ്പത്തിന്റെ തല തകർത്തവളാണ് അമ്മ, അല്ലാതെ സർപ്പത്തിന്റെ ദംശനമേറ്റ് മരിച്ചവളല്ല പരിശുദ്ധ അമ്മ. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അണലിയല്ല, ലോകത്തിൽ ഏറ്റവും വലിയ പാമ്പ് കടിച്ചാലും അതിനപ്പുറത്ത് അസാധ്യതകളെ സാധ്യമാക്കുന്ന എന്റെ മകൻ ഇടപെടും. വെറുതെ അല്ല സ്നേഹമുള്ളവരെ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, കുരുക്കഴിക്കുന്ന മാതാവിന്റെ ഈ രൂപത്തിന്റെ താഴെ ഒരു സർപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നിനക്ക് തരുന്ന ഒരു മെസ്സേജ് ആണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്നെ നശിപ്പിക്കാൻ വരുന്ന ഏറ്റവും വലിയ ശക്തി വന്നാലും, നമുക്കറിയാം അണലിയുടെ വിഷമൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എന്റെ മക്കളൊക്കെ എന്റെ കൂടെ ഉണ്ട്, നിങ്ങളോട് ചോദിച്ചാൽ അറിയാം, ഭയങ്കര സീരിയസ് ആയിട്ട് അണലി കടിച്ച് അത് ഇത്രയും സമയം കഴിയുന്ന ഒരു സംഭവം, അതിങ്ങനെ ബ്ലഡിൽ ക്ലോട്ട് ചെയ്ത് ബ്ലഡിൽ കയറിയിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സാധനം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മാധവ് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചേ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ അസാധ്യതകളെ ദൈവം സാധ്യമാക്കി മാറ്റും. അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങി പ്രാർത്ഥനയാണ് സ്നേഹമുള്ളവരെ. ഇന്ന് ഇവിടെ 6 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് ഈ ജെറോം എന്ന് പറയുന്ന ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എവിടെയാ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അച്ഛൻ ഒരു സന്തോഷമുണ്ട്, കഴിഞ്ഞ ദിവസം മുതൽ അവന്റെ ശരീരത്തിൽ ബ്ലഡ് ഒക്കെ നോർമലായി, ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞത്, മരണത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ വേണമെന്ന് പറഞ്ഞ സംഭവം ഒന്നും വേണ്ട അച്ഛാ അടുത്ത ദിവസം അവന്. അപ്പൊ എന്നിട്ട് മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഇപ്പൊ ഈ 6:05 ഞാൻ ഈ ചേട്ടനെ വിളിച്ചു, ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വിളിച്ചിട്ടാ വരുന്നത്. അന്റെ ചേട്ടനോട് ഞാൻ ചോദിച്ചു, അന്റെ ഏട്ടാ എന്താ പറഞ്ഞു, അച്ഛാ ഐസിയിൽ എടുത്തിട്ട് എനിക്ക് എന്റെ 2 കുഞ്ഞുങ്ങളെ കാണാതെ പറ്റുന്നില്ല. ഞാൻ ഓടി ഡോക്ടറോട് പറഞ്ഞതാ, പെട്ടെന്ന് എന്നോട് ഡോക്ടർ പോവാന്നാ പറഞ്ഞേക്കണം. ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, നീ ഇത് കണ്ടേ. ഈ പറയുന്ന ആ സഹോദരൻ ഇങ്ങനെ ആത്മാവിൽ സന്തോഷിച്ചിട്ട് പറഞ്ഞ, അച്ഛാ കുറേ അധികം പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ജീവിക്കണേ. എന്റെ സ്നേഹമുള്ളവരെ, നിങ്ങളോട് പറയാനുള്ളത്, ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്ന, ഡേ ടു ഡേ ലൈഫിൽ അമ്മ ഇടപെടുന്ന സംഭവങ്ങളാണ്. അമ്മ പറഞ്ഞു, മോനെ സർപ്പത്തിന്റെ തല തകർത്തവളാണ് ഞാൻ. ആ അമ്മയെ നീ അവിശ്വസിക്കേണ്ട, അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നിന്റെ ജീവിതത്തിൽ നീ ഇന്നേ വരെ കാണാത്തത് നീ കാണും. ഇത് ആദ്യത്തെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ സ്നേഹമുള്ളവരെ, ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഈ ഒരു ഇപ്പൊ ഇതിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ ഇങ്ങനെയാണ്, അസാധ്യതകളെ സാധ്യമാക്കും. അത് തന്നെയാണ് എനിക്കിങ്ങനെ ഈ ഒരു നൊവേനയുടെ, നമ്മളൊരു 3 വർഷം മുമ്പ് ഒരു നൊവേന ഇട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്നോട് ചോദിച്ചു, അച്ഛന് 3 വർഷം മുമ്പ് നമ്മൾ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ഇട്ടതല്ലേ? അപ്പൊ മാധവ് എന്നോട് പറഞ്ഞേ, അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ചെയ്യുന്നതും 3 വർഷത്തിന്റെ ഉള്ളിൽ ചെയ്യുന്നതിൻ്റെമായ ചില പ്രത്യേകതകളുണ്ട്. പക്ഷെ ഇന്ന് നീ തുടങ്ങുന്നത്, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നിന്നെ ശക്തമായി യോഗ്യതയ്ക്ക് കൊണ്ടുവരും. നിന്നെ ശക്തമായിട്ട് അത് മാറ്റിത്തരും. നീ എന്ത് കാര്യമാണോ പറയണേ, സാമ്പത്തിക മേഖലകളിലെ ബുദ്ധിമുട്ടാണോ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ 33 ദിവസം കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ചൊല്ലി തീർന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകൾ മാറും. രോഗപീഠയാണോ, ഈ പറയുന്ന സഹോദരനെ വിഷബാധയിൽ നിന്ന് രക്ഷിച്ചതുപോലെ രക്ഷിക്കും. ഇനി നിന്റെ ജീവിതത്തിൽ കുടുംബം തകർന്ന അനുഭവമാണോ, നിന്റെ ജീവിതത്തിന്റെ കുടുംബ തകർച്ചകളിൽ നിന്ന് അവൾ ഇങ്ങനെ കൂടെ നിർത്തുന്ന അനുഭവമായിട്ട് നസ്രത്തിലെ കുടുംബമാക്കി മാറ്റുന്ന അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നിറവേറപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ, ഞാനിങ്ങനെ മാധവനോട് പറഞ്ഞു, മാധവ് എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. അസാധ്യതകളെ സാധ്യമാക്കുമെന്ന് പറഞ്ഞത് അമ്മയുടെ നാമം വിളിച്ച് പറയുമ്പോ, അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. ഇങ്ങനെയാണ് അടുത്ത പാട്ട് തന്നെ. ഇത് ലുത്തിനിയാണ്. നമ്മൾ സാധാരണ മാതാവിന്റെ ലുത്തിനിയയ്ക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു, എന്റെ നാമം, വ്യത്യസ്തമായ നാമം നീ വിളിച്ചപേക്ഷിച്ച് കഴിയുമ്പോൾ നിന്നിൽ തീരാ കുരുക്കുകൾ അഴിച്ചു മാറ്റും. എന്നിട്ട് മാധവ് പറഞ്ഞു, എന്നോട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ പാട്ടൊന്നും അങ്ങനെ അറിയണതല്ല. പക്ഷെ മാതാവ് എന്ത് പറഞ്ഞു, ഇങ്ങനെ എഴുതി, അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ. അങ്ങനെയാണ് ലുത്തിനിയുടെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വാഗ്ദാനത്തിൻ പേടകമേ, സ്വർഗരോഗവാതിലേ, ഉഷകാലത്താരമേ, അങ്ങനെ പറഞ്ഞിങ്ങനെ മാതാവിന്റെ നാമം ഇങ്ങനെ പ്രകീർത്തിക്കണം, നിന്റെ അഴിയാത്ത കുരുക്കുകൾ അഴിയും. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരു മോളുണ്ട്. അവളെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു കസിൻ, അവരുടെ വീട്ടിൽ 3 പേർക്ക് ക്യാൻസറാ. ഇന്നൊരാളെ ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ട്. 3 പേര് ഒരു വീട്ടിൽ ക്യാൻസർ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയ സ്നേഹമുള്ളവരെ, സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്ന കുടുംബം, അതുപോലെ വിഷമമുള്ള സമയത്താണ് ഇവളെങ്ങനെ വിളിച്ചിട്ട് പറയണം, അച്ഛൻ പ്രാർത്ഥിക്കണം അച്ഛാ, വേറെ ഒന്നും വേണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. 3 പേരും ക്യാൻസർ ആയിട്ട് ഓരോ ദിവസം ഓരോ മാസം കഴിയുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ളവരിങ്ങനെ ക്യാൻസർ പിടികൂടുന്നേ. അച്ഛൻ പ്രാർത്ഥിക്കണം, അതും ഒരു കീമോ, ലക്ഷങ്ങളുടെ കീമോ വേണമെന്നാ പറഞ്ഞേക്കണേ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ,
എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണം, എനിക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യണം. അമ്മയുടെ തിരുനാളിന് മുമ്പ് ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് പ്രചരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇതൊരു അത്ഭുതമായിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഇത് അറിയണം. അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ. അപ്പൊ മാതാവ് എന്നോട് പറഞ്ഞു, മോനെ ഈ പ്രാർത്ഥന നീ ഈ പാട്ട് സ്ഥിരമായി രാത്രി നീ ഉറങ്ങുന്ന സമയം വരെ അതിന്റെ ചെവിയിൽ വെക്കണം. വേറെ പാട്ടൊന്നും വേണ്ട. എന്റെ മക്കൾ എന്റെ കൂടെയുണ്ട്. അവര് എനിക്ക് ഈ ഒരു എന്റെ വീട്ടിലിരിക്കുന്ന ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് തന്ന് അതിങ്ങനെ വെച്ച് ഈ പാട്ട് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അതിങ്ങനെ ഓരോ വരി പാടുമ്പോഴും ഇങ്ങനെ പറഞ്ഞു, മാതാവേ എന്തെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ട് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് സ്നേഹമുള്ളവരെ പിറ്റത്തെ ദിവസം, അതായത് 2 ദിവസം മുമ്പ് ഈ സാധനം എഴുതി കഴിഞ്ഞ് ഈ ഒരു കാര്യം മാതാവിനോട് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ കാണുന്ന കാര്യം എന്താണെന്നറിയോ? എന്റെ ബാങ്കില് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഞാൻ എത്രയാണോ, ഞാനൊരു 25,000 രൂപ കൊടുക്കാൻ ചിന്തിച്ച ഒരാളാ. 25,000 രൂപ എനിക്ക് കൊടുക്കണം. ഒരു ചുരുങ്ങിയത് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് ബാങ്കിൽ പൈസ വരുമ്പോ ഞാനിങ്ങനെ എനിക്ക് പരിചയങ്ങളോടൊക്കെ ചോദിച്ചതേ ആരെനിക്ക് അയച്ചു തന്നേക്കണത്? ഇവരാരും പറഞ്ഞു ഇപ്പൊ എനിക്ക് പരിചയമുള്ള അജോ ഉണ്ട് അല്ലെങ്കിൽ വിജയോ ഉണ്ട്, ഇവരൊക്കെ ദശാംശമൊക്കെ തരണം. ഞാൻ ചോദിച്ചു നിങ്ങളാണോ? അല്ലെങ്കിൽ ഞാൻ എനിക്ക് നോക്കുമ്പോൾ എനിക്കറിയാം ഇതൊന്നുമല്ല. പിന്നെ എവിടെയാ ഞാൻ നോക്കുമ്പോ അതിൽ കാണുന്നത് ഇങ്ങനെയാണ്. പുത്തൻപള്ളി, ഞാൻ പുത്തൻപള്ളിയിലാണ് കുർബാനയ്ക്ക് പോയിരുന്നത്. പുത്തൻപള്ളിയിലെ ബുക്ക് സ്റ്റാളില് സ്നേഹമുള്ളവരെ അവിടെ എന്നോ ഞാൻ വെച്ചിരുന്ന പുസ്തകങ്ങള്, മാതാവിന്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വെച്ച് ഞാനത് ശ്രദ്ധിക്കാറില്ല. പുസ്തകത്തിന്റെ വിൽപ്പന അങ്ങനെ ഒന്നും എനിക്കില്ല. ഞാനത് എന്നെ അന്വേഷിച്ച് പോകാറുമില്ല. അത് ആർക്കെങ്കിലും വേണ്ടിട്ട് നിങ്ങളായാലും ചോദിച്ചു വെച്ചാൽ ഫ്രീ ആയിട്ട് ബുക്കുകൾ അയച്ചു കൊടുക്കണത്. 60-70 ബുക്കൊക്കെ. അതിപ്പോ ഈ മാതാവിന്റെ കുരുക്കഴിക്കണ മാതാവിന്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട്, അച്ഛന് എത്ര വിലയിടണ്ട? ഒരു വിലയിടലും ഇല്ല, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വാങ്ങാം, മാതാവിന് എത്രയാണ് നിങ്ങൾക്ക് തോന്നണേ അങ്ങനെ പറഞ്ഞിട്ടതാ. പക്ഷെ സ്നേഹമുള്ളവരെ ഞാൻ കാണുന്ന അത്ഭുതം, ഞാൻ ചോദിക്കാതെ എന്റെ ബാങ്കിലേക്ക് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള തുക അതിൽ വന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ യൂട്യൂബിന്റെ റവന്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ഒരു ചാനലുണ്ട് മീവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കുറച്ച് നാളായിട്ട് നമുക്ക് അതിന്റെ പൈസ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കാറുണ്ട്. എന്താ കാരണം ഒന്നും അറിയില്ല, എനിക്ക് അതിനെ കുറിച്ചുള്ള ധാരണകളും ഇല്ല. പക്ഷേ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ അസാധ്യതകളെ സാധ്യമാക്കുന്ന അമ്മ നോക്കുമ്പോൾ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ്. ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള റവന്യൂ ഈ മാസത്തെ നമ്മളെ ആഡ്സെൻസിൽ ഗൂഗിളിന്റെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിന്റെ വരുമാനമായിട്ട് വന്ന് എന്റെ സ്നേഹമുള്ളവരെ ഞാൻ എന്താണോ മാതാവിനോട് ചോദിച്ചത്, നമ്മൾ പറയില്ലേ ഒരു പൂ ചോദിക്കുമ്പോൾ പൂക്കാൽ എന്ന് പറയുന്ന പോലെ അസാധ്യമായ കാര്യങ്ങൾ അത് മുഴുവൻ ഈ കഴിഞ്ഞ ദിവസം അവൾക്ക് കൊടുക്കാൻ, ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ എനിക്ക് പറ്റിയെന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, അമ്മയോട് സിൻസിയറായി നീ ഒരു കാര്യം ചോദിച്ചോ, അമ്മ അത് നിന്റെ ജീവിതത്തിൽ തന്നിരിക്കും. അമ്മയ്ക്ക് തരാതിരിക്കാൻ പറ്റില്ല. കാരണം ഏതമ്മയ്ക്കാണ്, ഞാൻ ഇവിടെ വന്ന് ഈ ഒരു 4 മണി മുതൽ മാതാവിന്റെ അടുത്ത് ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, മാതാവേ നീ കുരുക്കഴിക്കണ മാതാവ് മാത്രമാണോ? അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അത് മനുഷ്യരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കുരുക്കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ അധികം സ്ഥലത്തേക്ക് പോണത് കണ്ടിട്ടില്ലേ? ചിലതൊക്കെ എന്താണ്, കുരുക്കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറന്നു പോകും, അല്ലെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്ന് കുരുക്കഴിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്യാന്നറിയോ? നിന്റെ ജീവിതത്തിന്റെ കുരുക്കഴിച്ച് മാറ്റും. അതാണ് ചെയ്യണത്. ഈ കുരുക്കുകളുടെ നാട അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആ കുരുക്കഴിച്ച് മാറ്റിയിട്ട് നിനക്ക് അമ്മയുടെ ഒരു കൈത്താങ് തരും. അമ്മയുടെ കൈത്താങ് തരണം എന്താ? ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് ലലബി ഇവിടിരിക്കുമ്പോ എങ്ങനെയാണ് ലലബി. അപ്പൊ ഞാൻ ഇങ്ങനെ വാക്കിന്റെ അർത്ഥം നോക്കി, ലലബി എന്ന് പറഞ്ഞു, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലലബി? ലലബി മീൻസ് താരാട്ട് പാടുന്ന രീതിയിൽ കുരിശിന്റെ ചോടെ കൊണ്ടുപോയി നിർത്തി നിന്നെ താരാട്ട് പാടി. അതാണ് മാതാവിന്റെ പ്രത്യേകത. അപ്പൊ എന്താണ് ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥനയുടെയും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെയൊക്കെ, അത് ബാഹ്യമായ ഒരു കാര്യം നിനക്ക് കിട്ടൽ മാത്രമല്ല, ഇറ്റ്സ് വെരി സിമ്പിൾ തിങ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇപ്പൊ നീ പറയില്ല, ഒരു അച്ഛാ ഇതാണോ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയതാണ് അല്ലെങ്കിൽ പുസ്തകം, ഇതൊന്നുമല്ല. ദിസ് ഈസ് ഓൺലി ദ പെരിഫറൽ തിങ്സ്. ബിയോണ്ട് ദർ ഈസ് സംതിങ്, ബിയോണ്ട് ദർ ഈസ്, അതപ്പുറത്ത്, ആ അപ്പുറത്തുള്ള സംഭവമാണ് സ്നേഹമുള്ളവരെ ക്രിസ്ത്യാനികളായ നമ്മൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മക്കൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിന്റെ ഈ കുരുക്കുകൾ അഴിച്ച് എന്താ ചെയ്യുന്നത്? ഈ വചനം എന്നോട് പറഞ്ഞത് ഭയങ്കര കൃപയുള്ള വചനം. അതിപ്പോ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ എടുത്തു തന്നിട്ട് എന്നടുത്ത് ഇങ്ങനെ പറയാണ്, ഇത് എടുത്ത് വായിക്കി. എന്താ ചെയ്യുന്നത്? ഈശോ ആ പറയുന്ന കല്ലറയുടെ അവിടെ ഇരുന്നവനെ ബന്ധിച്ചിരുന്നവനെ ഈശോ പോയി തൊട്ട് അസാധ്യമായത്, കാരണം വചനം മുഴുവൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം അവൻ ഗലീലയിൽ എതിരെയുള്ള ഗരസേനരുടെ നാട്ടിലേക്ക് എത്തിച്ചേതു. അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാചു ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പിശാചു ബാധിതനെ ആർക്കും മാറ്റാൻ പറ്റുന്നില്ല. എത്ര പേരുണ്ട് ആ പട്ടണം എന്ന് പറയണം, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു ചെറിയൊരു സ്ഥല സിമിത്തേരി ഒന്നുമല്ല, പട്ടണത്തിലെ ഏറ്റവും വലിയ സിമിത്തേരിയിൽ നിൽക്കുന്ന ഒരാള്, അയാളുടെ കെട്ടഴിക്കാനോ അല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് മോചിപ്പിക്കാനോ പറ്റുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മകൻ അത് സാധിക്കും.
അമ്മയുടെ മകന് സാധിച്ചു കഴിഞ്ഞിട്ട് മകൻ ചെയ്യുന്നത് എന്താ? അവനെ കെട്ടഴിച്ച് വിടുകയല്ല, അവനോട് വീട്ടിലേക്ക് പോകാൻ പറയാം. അങ്ങനെയാണ് അതിന്റെ ഭജനാവസാനം. കണ്ടു, നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയുക. ദ ബ്യൂട്ടി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പരിശുദ്ധ അമ്മ പറയാണ്, ഈ കുരുക്കഴിച്ചു കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് പോകണം. ഏത് വീടാ? അവന്റെ വീട്. നിന്റെ ഗേഹം, നമ്മൾ പറയില്ലേ, എന്റെ ഗേഹം ഇവിടെയല്ല, ഞാൻ പരദേശവാസിയാണ്. എവിടെയാണ്? സ്വർഗത്തിന്റെ വീട്ടിലേക്ക് നിന്നെ അവൻ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അതിന്റെ മുഴുവൻ രഹസ്യങ്ങളും നിന്നെ ഇങ്ങനെ അറിയിക്കും. പരിശുദ്ധ അമ്മ പറയാണ്, എന്റെ കുഞ്ഞെ, കുരിശിന്റെ ചോടെ നിന്നെ ഞാൻ കൊണ്ടുപോയി നിർത്തും. കുരിശിൽ നിനക്ക് വേണ്ടി ഞാനൊരു ഊഞ്ഞാല് കെട്ടും. ആ ഊഞ്ഞാലിൽ നിന്നെ ഞാനിങ്ങനെ താലോലമാടി ഉറക്കും. നമ്മൾ പാടില്ലേ, താരാരീരം പാടിയുറക്കാം, താലോലമാട്ടി ഉറക്കാം. പരിശുദ്ധ അമ്മ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിന്നെ താരാട്ട് പാടും, കുരിശിന്റെ ചോടയിരുത്തി നിന്നിങ്ങനെ താരാട്ട് പാടി സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ നിന്നെ കാണിക്കും. യോഹന്നാനൊക്കെ കണ്ടതുപോലെയുള്ള സ്വർഗത്തിന്റെ മുഴുവൻ ആനന്ദവും സ്വർഗത്തിന്റെ മുഴുവൻ സൗന്ദര്യവും, സൂര്യകാന്തം കൊണ്ട്, ഇന്ദ്രനീലം കൊണ്ട്, വൈഡൂര്യം കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ കാഴ്ചകള് യോഹന്നാൻ കണ്ടത് പരിശുദ്ധ അമ്മയെ കൈപിടിച്ചപ്പോഴാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ അമ്മയുടെ കൈപിടിച്ച് തുടങ്ങണം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അമ്മയോട് ചേർന്ന് 33 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചോ ശക്തമായിട്ട്. ഈ ഒക്ടോബർ 1 തീയതി മുതലൊന്നും തുടങ്ങി ഈ 31 ദിവസം ശക്തമായിട്ട് ജപമാല ചൊല്ലാനുള്ള വലിയ പ്രചോദനം പറയുന്നുണ്ട്. കുറേ മക്കൾ ജപമാലയൊക്കെ മുടക്കിയവരുണ്ട്. ജപമാല ചൊല്ലണം. അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ ജപമാല ചൊല്ലി ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന നിങ്ങൾ ചൊല്ലി തീർന്നോ? അച്ഛൻ ഉറപ്പ് തരാം, ഈ വരുന്ന ഒക്ടോബർ 31 മുമ്പ്, അമ്മയുടെ തിരുനാൾ 28 തീയതിയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന്റെ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ നൊവേന യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ പുതിയ നൊവേന നിങ്ങൾ പങ്കെടുക്കണം. അതിലിങ്ങനെ ഓരോ വരിയും ഇങ്ങനെ പഠിക്കണം. അതിന്റെ പുസ്തകമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആര് വേണമെങ്കിലും അച്ഛനോട് ചോദിച്ചു, അച്ഛൻ അയച്ചു തരും. എത്ര പൈസയൊന്നും ഒന്നുമില്ല. അച്ഛനോട് കുറെ പേര് ഇപ്പൊ തന്നെ ചോദിക്കേണ്ട, അച്ഛൻ എത്ര രൂപ? ഒന്നുമില്ല. നമുക്കറിയാം അതിനൊരു 200-300 രൂപയൊക്കെ ചെലവുള്ള ഒരു കാര്യമാണ്. അത് പൈസ ഒന്നും വേണ്ട. അച്ഛൻ നിങ്ങൾക്ക് അയച്ചില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, അച്ഛൻ നിങ്ങൾക്ക് അയച്ചു തരും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന്റെ കൂടെ ഒരു ജപമാല, വെഞ്ചിരിച്ചൊരു ജപമാലയുണ്ട്. അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഈ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞതാണ്, മോനെ, കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന പുസ്തകം കൊടുക്കണതിന്റെ കൂടെ ഒരു ജപമാല കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ മാതാവിന്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഒരു റോസമിസ്റ്റിക മാതാവിനെ കൊടുത്തതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. 1000 എണ്ണം കൊടുത്തിട്ട് അത് കുറെ എണ്ണം പൊട്ടി. ഇനി അത് കൊടുത്ത് തീർന്നത് ഇങ്ങനെ സ്വസ്ഥമായിട്ടുള്ളൂ. ഇനി എന്താ അടുത്തത്? ഞാൻ ഇനി എവിടെ പോയിട്ട്? അപ്പൊ ഞാൻ ഈ മക്കളോട് പറഞ്ഞു, മോനെ, ഇനി ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാതയിൽ പോയിട്ട് പുതിയ മുത്തൊക്കെ മേടിച്ചു കൊണ്ടുവരണം. അപ്പൊ അവര് പറഞ്ഞു, അച്ഛാ 6 മണിക്ക് അതൊക്കെ ക്ലോസ് ആവും, ഇനി എങ്ങനെയാ? അപ്പൊ മാധവന്റെ അടുത്ത് പറഞ്ഞു, മാധവ് ഇത് കൊടുക്കാതെ സ്കിപ്പ് ചെയ്താലോ, നൊവേന മാത്രം? അത് പറഞ്ഞ അങ്ങനെയല്ല, ജപമാല കൊടുക്കണം. പ്യുവർ വൈറ്റ് ആയ ജപമാല നീ കെട്ടിക്കൊടുക്കണം. പ്യുവർ വൈറ്റ്. അപ്പൊ ഞാൻ മാധവനോട് പറഞ്ഞു, ഇത് എവിടെ നിന്ന് കിട്ടിയിട്ട് എന്ന് കൊടുക്കാനാണ്? തിരുനാൾ 28 ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് കാണുന്ന അത്ഭുതം എന്താന്ന് പറയുന്നത് നിങ്ങൾക്ക്? ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഫാമിലി ഞങ്ങളെ കാണാൻ വന്നേക്കാം. സ്റ്റാഴ്സിനല്ലേ? അതെ അച്ഛാ, നിങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ, അച്ഛൻ ഒന്ന് വീട്ടിലേക്ക് വരുമോ? പറഞ്ഞു, അയ്യോ, ഞാൻ ഈ വേറൊരു കാര്യത്തിൽ വന്നേക്കണം, ഇത് പ്രാർത്ഥിക്കാം. എന്നോട് പറഞ്ഞു, അതല്ല അച്ഛാ, മാതാവ് കുറച്ച് ജപമാല അച്ഛന് തരാൻ പറഞ്ഞിട്ടുണ്ട്. 10 മണിയുടെ ജപമാല, വൈറ്റ് കളറിലുള്ള ജപമാല ഞങ്ങൾ ഓൾറെഡി കെട്ടിവെച്ചിട്ടുണ്ട്. 500 ഉണ്ട്. അച്ഛൻ എത്രയാണെന്ന് വെച്ചാൽ ചോദിച്ചു, അച്ഛന് തരാം. ഇനി എത്ര എണ്ണം വേണോ അത്ര എണ്ണ അച്ഛന് കെട്ടിത്തരാം. എന്റെ സ്നേഹികളവരെ, നമ്മൾ അമ്മയോട് ചേർന്ന് തന്നാൽ മതി. എങ്ങനെയാണ്